ഞാൻ എന്നെ അതിശയപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിയുടെ പ്രകടനം എന്നുള്ളതാണ്. കാരണം എല്ലാ പഞ്ചായത്തുകളിലും പോയി ആൾക്കാരെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുള്ളത്. അപ്പം വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ വലുതാണ്. ഈ ഇലക്ഷൻ പിന്നെ പരാജയം ബുദ്ധിമുട്ടിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സ്വരാജിനെയോ ഷൗക്കത്തിനെയോ അല്ല, അല്ലെങ്കിൽ അൻവറിനെയോ അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷനിൽ ജയിച്ചു തോറ്റു എന്നുള്ളതാണ്. അങ്ങനെയല്ല ശരിക്കും ഈ ഇലക്ഷനെ കാണേണ്ടത്. ഈ ഇലക്ഷനെ കാണുന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ദോഷം വലുതായിരിക്കും. അതിനേക്കാളും അപ്പുറമായിരിക്കും വി ഡി സതീശൻ. വി ഡി സതീശൻ ഈ ഇലക്ഷൻ എങ്ങനെ തോറ്റിട്ടുണ്ടെങ്കിൽ വി ഡി സതീശന് പിന്നെ ആ സ്ഥാനത്ത് തന്നെ ഇരിക്കാൻ പറ്റില്ല. കാരണം 2 വർഷങ്ങളാണ് ചെയ്തത്. ഒന്ന് ഈ അൻവറുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിനെ പോലത്തെ അൻവർ യു ഡി എഫിൻ്റെ ഭാഗമല്ലാതെ തീർന്ന ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് സതീശൻ നടത്തിയിട്ടുള്ള പിന്നെ വാക്കുകൾ എന്നുള്ളത്. അപ്പോൾ അത് രണ്ടും ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ള സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. ബി ജെ പിയെ സംബന്ധിച്ച് പിന്നെ നോക്കേണ്ട കാര്യമില്ല. അവർ പിന്നെ സ്ഥാനാർത്ഥി വെക്കാതിരുന്ന ആൾക്കാർക്ക് എത്ര വോട്ട് കിട്ടും എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാത്രം നോക്കിയാൽ മതി. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ മുന്നണിയിൽ പരാജയപ്പെടുന്നുണ്ട്. അത് ജനങ്ങൾ അറിഞ്ഞാൽ അത് ആ കാര്യങ്ങൾ ജനങ്ങൾ ഇപ്പോൾ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണ് നടക്കുന്നതെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഏത് ശൈലിയിൽ എങ്ങനെയൊക്കെ വോട്ട് പോകുന്നുള്ളത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറയാൻ പറ്റില്ല. പിന്നെ ലീഗിനെ ഇപ്പോൾ മുന്നിൽ നിർത്തി ലീഗിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ കയ്യിൽ കിട്ടാതിരുന്ന വോട്ടുകളെ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ എത്ര ശതമാനം അടിത്തട്ടിലേക്ക് എത്തും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല.